2024 നവംബർ 15, അതായത് തുലാം 30 വൈകിട്ട് 5 നട തുറന്ന് ശ്രീകോവിലിൽ നെയ്ത്തിരി തെളിയിച്ചതോടെ 2024-25 മണ്ഡലകാല മകരമാസ പൂജകൾക്ക് തുടക്കമായി. ഭസ്മാഭിഷിക്തനായ ഭഗവാനെ ഭക്തർ ദർശിക്കുന്നതിനിടയിൽ സോപാനത്ത് പുതിയ മേൽശാന്തിമാർ ചുമതലയേറ്റു. ഇവർക്ക് ശ്രീകോവിലിൽ തന്ത്രി മന്ത്രോപദേശം നൽകി. വൃശ്ചികം 1 നട തുറന്ന് പുതിയത് മേൽശാന്തിമാരാണ്. സന്നിധാനത്ത് പുലർച്ചെ 3 ശ്രീകോവിൽ തുറക്കും. തന്ത്രി അഭിഷേകം നടത്തിയ ശേഷം മണ്ഡപത്തിൽ ഗണപതി ഹോമത്തിനും മുഖ്യ കാർമ്മികത്വം വഹിക്കും. 7:30 ഉഷപൂജ. ഇടിച്ചു പിഴിഞ്ഞ ഉഷ പായസ നിവേദ്യത്തിനായി ഭഗവാന്റെ നടയടച്ച ശേഷം ഗണപതിക്കും നാഗരാജാവിനും പായസം നിവേദിക്കും. ശ്രീകോവിൽ തുറന്ന് വീണ്ടും അടച്ചാണ് പൂജ. അല്പസമയത്തിനു ശേഷം ഭക്തർക്ക് ദർശനം. തുടർന്ന് ഉച്ചയ്ക്ക് 12 വരെയുള്ള നെയ്യഭിഷേകം കഴിഞ്ഞാൽ ശ്രീകോവിൽ കഴുകി തുടച്ച് ഉച്ചപൂജയൊരുക്കും. മണ്ഡപത്തിൽ പൂജിക്കുന്ന കലശം തന്ത്രി വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. നിവേദ്യം കഴിഞ്ഞാൽ ഉച്ചപൂജ, നടയടപ്പ്. വൈകിട്ട് 3 നട തുറക്കൽ, 6:30 ദീപാരാധന, 7:30 പുഷ്പാഭിഷേകം. രാത്രി 10 ശേഷം അത്താഴപൂജ. ഉച്ചയ്ക്ക് പാനകവും അപ്പവും പ്രധാനം. പൂജ കഴിഞ്ഞ് ശ്രീകോവിലിൽ ശുദ്ധമാക്കി അരിവിലാസനം പാടി 11 നട അടയ്ക്കും. 18-ാം പടിയുടെ പൊരുൾ. 18-ാം പടി ദിവ്യമാണ്. ആദ്യത്തെ 5 പടികൾ ഇന്ദ്രിയാനുഭവങ്ങളെയും പിന്നീടുള്ള 8 രാഗങ്ങളെയും അടുത്തവ 3 ഗുണങ്ങളെയും 17-ാം പടി അവിദ്യയെയും 18-ാം പടി വിദ്യയെയും സൂചിപ്പിക്കുന്നു. പൊന്നമ്പലമേട്, ഗൗഡൻമല, നാഗമല, സുന്ദരമല, ചുറ്റമ്പലമല, ഗൽഗിമല, മാതങ്കമല, മയിലാടുപേട്ട, ശ്രീപാദമല, ദേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, നീലിമല, കരിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, ശബരിമല എന്നീ 18 മലകളാണ് 18-ാം പടിയെ സൂചിപ്പിക്കുന്നതെന്നും വിശ്വാസമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലുള്ള വീഡിയോകൾ എല്ലാവർക്കും, എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.